ചരിത്രം മുഴുവൻ മിക്ക പ്രധാന സമൂഹങ്ങളും നഗരങ്ങളും നദികൾ, തടാകങ്ങൾ, സമുദ്രങ്ങൾ, മഹാസമുദ്രങ്ങൾ എന്നിവയുടെ സമീപത്ത് ജലാശയങ്ങളുടെ അരികിൽ ഉയർന്ന് വികസിച്ചു. ഇത് അനേകരെ ജനസാന്ദ്രതയേറിയ നഗരങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. ആധുനിക സാമ്പത്തിക ഘടകങ്ങളും വ്യവസായവൽക്കരണവും നഗരവൽക്കരണത്തെ വേഗത്തിലാക്കി. ഇന്ന് ലോക ജനസംഖ്യയുടെ ഏകദേശം 55% പേർ നഗരങ്ങളിൽ ജീവിക്കുന്നു. ഐക്യരാഷ്ട്രസഭ പ്രവചിക്കുന്നത് 2050 ഇത് 68% ഉയരുമെന്നാണ്. ദാരിദ്ര്യം കാരണം ലക്ഷക്കണക്കിന് ആളുകൾ കുത്തിനിറഞ്ഞതും അശുചിത്വമുള്ളതുമായ നഗരപ്രദേശങ്ങളിൽ ജീവിക്കുന്നു. ലോകമെമ്പാടുമായി ഐക്യരാഷ്ട്രസഭ കണക്കുകൾ പ്രകാരം ഏകദേശം 32 കോടി പേർ ഭവനരഹിതരായിട്ടുണ്ട്. കൂടാതെ ഏകദേശം 280 കോടി പേർക്ക് മതിയായ ഭവനം ലഭ്യമല്ല. ദൈവം മനുഷ്യർ ഇങ്ങനെ ജീവിക്കണമെന്ന് ഒരിക്കലും ഉദ്ദേശിച്ചിരുന്നില്ല. മനുഷ്യർ വർദ്ധിച്ച് ഭൂമിയിലാകെ പന്തലിക്കണമെന്നും അത്യധികം തിരക്കേറിയ നഗരങ്ങളിൽ ഒരുമിച്ച് കൂട്ടിച്ചേർന്ന നിലയിൽ കഴിയരുതെന്നും ദൈവം ആഗ്രഹിച്ചു. പുനഃസ്ഥാപിക്കപ്പെട്ട മരുഭൂമികളും താഴ്ത്തപ്പെട്ട പർവ്വതങ്ങളും മനുഷ്യർ വ്യാപകമായി പടർന്ന് സുഖമായി ജീവിക്കാൻ സഹായിക്കും. അതുകൊണ്ട് നഗരജീവിതം സഹസ്രാബ്ദ കാലത്ത് നഗരങ്ങളും ഉണ്ടായിരിക്കും. പക്ഷേ അവ വ്യത്യസ്തമായിരിക്കും. വ്യവസായങ്ങളുടെയും തിരക്കേറിയ ബഹുനില അപ്പാർട്ട്മെന്റുകളുടെയും കോൺക്രീറ്റ് കാടുകളായിരിക്കാതെ അവ കാര്യക്ഷമതയും സൗന്ദര്യവും തമ്മിലുള്ള സമത്വം നിലനിർത്തുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്യപ്പെടും. കാര്യക്ഷമത ദൈവത്തിന്റെ മാർഗത്തിൽ നഗരങ്ങളെ രൂപകൽപ്പന ചെയ്തുകൊണ്ട് നേടപ്പെടും. അവ നല്ല രീതിയിൽ ആസൂത്രണം ചെയ്തതും ക്രമബദ്ധവും സമാധാനപരവുമായിരിക്കും. നഗര ആസൂത്രകർ നിവാസികളുടെ ക്ഷേമത്തിനുള്ള പരിഗണനയാൽ പ്രചോദിതരായതിനാൽ പട്ടണങ്ങൾ പൗരന്മാരുടെ നന്മ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ബുദ്ധിപൂർവം രൂപകൽപ്പന ചെയ്യപ്പെടും. ഇസ്രായേലിലെ പല നഗരങ്ങൾക്കും വലിയ ജനസംഖ്യ ഉണ്ടാകും. ഉത്സവ ദിവസങ്ങളിൽ ആട്ടിൻകൂട്ടത്തെ പോലെ മഹാകഷ്ടകാലത്തെ നാശത്തിന് ശേഷം നശിച്ചുപോയ നഗരങ്ങൾ പുനഃസ്ഥാപനത്തിനു ശേഷം മനുഷ്യരെ കൊണ്ട് നിറയും. ഇന്നത്തെ നഗരങ്ങളും ഭാവിയിലുണ്ടാകുന്ന നഗരങ്ങളും തമ്മിലുള്ള വ്യത്യാസം മനുഷ്യരഹിതമായ ചേരികളിൽ ജീവിക്കാൻ ആളുകളെ നിർബന്ധിതരാക്കാതെയോ ഇടതൂർന്ന വീടുകളിൽ ഒരുമിച്ച് താമസിക്കാൻ നിർബന്ധിതരാക്കാതെയോ അവിടെ ജനങ്ങളെ സുഖകരമായി പാർപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ അവ ആസൂത്രണം ചെയ്യുകയും രൂപകൽപ്പന ചെയ്യുകയും ചെയ്യും എന്നതാണ്. ശോഭനമായ ഭാവിക്കായി പ്രവർത്തനക്ഷമത, സൗന്ദര്യം, ഗുണമേന്മ എന്നിവ സമന്വയിപ്പിക്കുന്ന നമ്മുടെ ഏറ്റവും ഉയർന്ന സാധ്യതകളെ നഗര രൂപകൽപ്പന പ്രതിഫലിപ്പിക്കുന്നു. സൈനിക, പോലീസ് അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനങ്ങൾക്കായി വലിയ തുകകൾ ചെലവഴിക്കേണ്ടി വരില്ല. സമൂഹത്തെ മെച്ചപ്പെടുത്തുന്നതിനായി വിഭവങ്ങൾ പല തലത്തിൽ നിക്ഷേപിക്കാൻ കഴിയും. കെട്ടിടങ്ങൾക്കിടയിൽ മനോഹരമായ പാർക്കുകളും പച്ചപ്പ് നിറഞ്ഞ ഇടങ്ങളും ഉണ്ടാകും. ആളുകൾക്ക് വ്യായാമം ചെയ്യാനും കുട്ടികൾ കളിക്കാനും കഴിയുന്ന ശാന്തമായ സ്ഥലങ്ങളും ഇവിടെ ഉണ്ടാകും. എല്ലാ മൃഗങ്ങളും ശാന്തവും ഹാനിയില്ലാത്തതുമായിരിക്കുന്ന കാലത്ത് മൃഗശാലകൾക്ക് പകരം മനോഹരമായ തുറന്ന പാർക്കുകളെ നമുക്ക് സങ്കല്പിക്കാം. അവിടെയാകട്ടെ സിംഹങ്ങൾ ഇന്ന് അണ്ണാൻ പോലെ സ്വതന്ത്രമായി സഞ്ചരിച്ച് കുട്ടികളുടെ കൈകളിൽ നിന്ന് ലഭിക്കുന്ന പലഹാരങ്ങൾ സാന്ത്വനത്തോടെ സ്വീകരിക്കുന്നതായി ഭാവിയിലെ യെരുശലേമിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ കാണിക്കുന്നത്. അതിൻ്റെ രൂപകൽപ്പനയിൽ എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന പൊതുഭൂമി ഉൾപ്പെടുന്നു എന്നാണ്. പുതുതായി വാസയോഗ്യമായ എല്ലാ ഭൂമിയും ആളുകൾ വ്യാപിച്ചു കിടക്കുമ്പോൾ നഗരങ്ങളും പട്ടണങ്ങളും ഗ്രാമങ്ങളും നിർമ്മിക്കാൻ അനുവദിക്കുകയും പുതിയ അതിർത്തികൾ അവർക്കായി തുറക്കുകയും ചെയ്യും.